വീട് വീട് മൊത്തം പോയി, വാഷ് ഔട്ടാണ്. പിന്നെ കടയിൽ ഇപ്പോൾ പകുതിയിലും വെള്ളം കയറി. പിന്നെ കുറച്ച് സാധനങ്ങളുണ്ടാവും, അത് കുറേയൊക്കെ ഇങ്ങോട്ട് കൊടുത്തു. ഉപജീവനം എന്ന് പറഞ്ഞാൽ ജീവിക്കണം എന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കൂലി കിട്ടിയാൽ മതി ഒരു ദിവസത്തെ, അങ്ങനത്തെ ഒരു ജീവനം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ 6 ആൾ പണിക്കാരുണ്ട്, അപ്പോൾ അവർ കൂലിയും കൊടുത്ത് വാടകയും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു ഫണ്ടുണ്ടാവും. അങ്ങനെ ജീവിച്ചു പോകണം, കുഴപ്പമില്ല. പീപ്പിൾ ഫൗണ്ടേഷൻ നമ്മളായിട്ട് വിളിച്ചിരുന്നു. അവരെ വിളിച്ച് നമ്മൾ അവരുടെ ഓഫീസിൽ പോയി സംസാരിച്ച് അവർ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഷോപ്പ് നോക്കിയിട്ടുണ്ട്, അത് എടുക്കണം എന്നുള്ള ഉദ്ദേശമാണ്. പൈസ കുറവാണ്, അപ്പോൾ ഞാൻ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം എന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാം ഫുള്ള് തരാൻ കഴിയില്ല, എങ്കിലും ഒരു സംഖ്യ തരാം എന്ന് പറഞ്ഞു. അത് വെച്ചിട്ടാണ് പിന്നെ എടുത്തത് തന്നെ, അല്ലാണ്ട് എടുക്കാൻ കൊണ്ട് കഴിയില്ല. പീപ്പിൾ ഫൗണ്ടേഷൻ്റെ സഹായം കൊണ്ടാണ്, നമുക്കൊരു കൈത്താങ്ങും കൂടാണ് പീപ്പിൾ ഫൗണ്ടേഷൻ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പിന്നെയും പുനർജനിച്ചത് എന്ന് തന്നെ പറയാം.